ദ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ കാസയും അതുപോലെ തന്നെ സഭയും ഒക്കെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ഉടൻ നടപ്പാക്കേണ്ടതില്ല എന്നതിലേക്ക് താമരശ്ശേരി രൂപത എത്തുന്നതിന് ശേഷമാണ് ഈ മുഖപ്രസംഗം വരുന്നത്. ഈ പ്രദർശനം ഇപ്പോൾ നടത്തുന്നത് അതൊരു തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകും, അതിന് പോകേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു തീരുമാനത്തിൽ നിന്ന്, അതായത് ഇടുക്കി രൂപത കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ രൂപതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും എന്നാണ്, 100-ലധികം കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്നാണ് താമരശ്ശേരിയിലെ KCYM നേതൃത്വം പ്രഖ്യാപിച്ചത്. തലശ്ശേരി രൂപതയും സമാനമായ പ്രഖ്യാപനം നടത്തി, പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോയി. പക്ഷേ താമരശ്ശേരി രൂപത മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് സിനിമാ പ്രദർശനം ഉടൻ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൽ കോടഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രദർശനം നടന്നപ്പോഴുണ്ടായ കാസയുടെ ആളുകളല്ല, അല്ലാത്ത ആളുകൾ തന്നെ ഇതിലേക്ക് വരികയും ഈ സിനിമ കാണാനായി താല്പര്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സഭ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സഭയുടെ അനുശാസനം അറിയിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായി തങ്ങളുടെ ഒരു ചൊൽപ്പടിയിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് അവരെ കൃത്യമായി LDF UDF നേതൃത്വങ്ങൾ മനസ്സിലാക്കുന്ന ഇടത്തു നിന്നാണ് ഈ പിന്മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അല്ലാതെ ഇതിൽ സഭയെയോ സഭാ മക്കളെയോ ഒക്കെ സ്നേഹിച്ചുകൊണ്ടുള്ള, അങ്ങനെ അവരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപത്തിൽ വന്നതുപോലെയുള്ള വിമർശനമല്ലാത്ത പക്ഷം നേരത്തെ KCYM ഈ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. അത് കാണാത്തിടത്തോളം ഇതിൽ സംശയമുണ്ട്. പിന്നെ കാസ ഒരു അൽമായരുടെ കൂട്ടായ്മയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൽ പല വിഷയങ്ങളിലും അവർക്ക് നേരെ ചോദ്യചിഹ്നം ഉയർന്നപ്പോൾ, പ്രത്യേകിച്ചും മണിപ്പൂർ വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യചിഹ്നം ഉയർത്തിയപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ക്രൈസ്തവർക്കിടയിൽ രാജ്യസ്നേഹം വളർത്താനുള്ള ശ്രമം തുടങ്ങിയിട്ട് 10-15 വർഷമല്ലേ ആയിട്ടുള്ളൂ, നിങ്ങൾ ഏതാണ്, നിങ്ങൾ ഈ കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് അവർ നൽകിയ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു: സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം വാക്യം 22-21 അത് പറഞ്ഞുകൊണ്ട് രാജ്യത്തെയും ഭരണാധികാരികളെയും ബഹുമാനിക്കുക എന്ന ദേശസ്നേഹ വിത്ത് പാകിയത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസ നൽകിയ മറുപടി. അതായത് അവർക്ക് എന്താണ് അവരുടെ കൂറ്, അവർ ദൈവവിശ്വാസികളെ, കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു. എന്നാൽ അവരിപ്പോൾ പറയുന്ന എല്ലാ വാചകങ്ങളെയും ഞാൻ ഏറ്റെടുക്കുകയല്ല, പക്ഷെ അന്ന് അവർ നൽകിയ ആ ഒരു മറുപടി ഇതായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ കോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഈ പറയുന്ന കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സ്റ്റാൻഡ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. കാസ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദീപികയിലെ മുഖപ്രസംഗം നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഉടനീളം പ്രദർശിപ്പിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപാണ് കാസ അത് അനൗൺസ് ചെയ്തത്. അതിനായിട്ടുള്ള അവസരം ദേവാലയ അധികൃതർ ഒരുക്കി തരികയാണെങ്കിൽ പ്രോജക്ടറും മിനിസ്ക്രീനും ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായി ഞങ്ങൾ ഈ പ്രദർശനം നടത്തും എന്നാണ് കാസ പറഞ്ഞത്. അവരതിന് കോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കക്കുകളി എന്ന് പറയുന്ന നാടകമാണ് അവർ കോട്ട് ചെയ്തത്. അതായത് തങ്ങളുടെ കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും മാനത്തിന് വില പറഞ്ഞുകൊണ്ട് കക്കുകളി എന്ന ആഭാസ നാടകം അരങ്ങേറിയപ്പോൾ, അതുപോലെ തന്നെ ഇസ്രയേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തിയപ്പോഴും വിശുദ്ധ വേദപുസ്തകം ഡീസൽ ഒഴിച്ച് കത്തിച്ചപ്പോഴും തകരാതെ നിൽക്കുന്ന കേരളത്തിലെ കപട മതേതരത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് കാസയുടെ സ്റ്റാൻഡ്. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ദീപികയിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് പറയുന്ന പ്രധാനപ്പെട്ട വാചകമായി ഞാൻ മനസ്സിലാക്കുന്നത് അത് കാസയ്ക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് ഞാൻ കരുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സമുദായ സംരക്ഷണത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും വ്യാജ ബിംബങ്ങൾ എഴുന്നള്ളിച്ചു വരുന്നവരെ ആട്ടിയോടിക്കുക, നമുക്കൊരു മനുഷ്യാവകാശവും മറ്റുള്ളവർക്ക് വേറൊന്നും എന്നത് കാപട്യമാണ്, ഏത് പാനപാത്രത്തിൽ നിന്നായാലും വിഷം കുടിക്കില്ലെന്നും മക്കൾക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടേ നമുക്ക് സത്യസന്ധരാകാൻ കഴിയൂ എന്നുള്ളതാണ് ദീപികയുടെ എഡിറ്റോറിയൽ പറയുന്നത്. ഇത് കാസയ്ക്കുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു അറ്റാക്ക് അല്ല എങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഹിൻഡ് കാസയ്ക്ക് നേരെ തന്നെയാണ്. അതിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് അവരാണ്. പിന്നെ അന്യമതത്തോടൊരു വിദ്വേഷം കാണിച്ചുകൊണ്ടല്ല സ്വന്തം മതത്തെക്കുറിച്ച് പറയേണ്ടത്. കാസയ്ക്ക് ആ രീതിയിലുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റുണ്ടെങ്കിൽ അതവർ തിരുത്തുകയും സഭാ നേതൃത്വം പറഞ്ഞത് ഉൾക്കൊള്ളണമെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യാം. പക്ഷേ സിനിമാ പ്രദർശനത്തിൽ കാസ എടുത്ത സ്റ്റാൻഡിനെ ഞാൻ തള്ളി പറയുന്നില്ല. ശരി. Meet the editors.